കേരളം ഒരിക്കൽ കൂടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ്. ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞാൽ ഗ്രാമപഞ്ചായത്തുകൾ, ബ്ലോക്ക് പഞ്ചായത്തുകൾ, ജില്ലാ പഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ എന്നിവയൊക്കെ ഉൾപ്പെടുന്ന സ്ഥാപനങ്ങളാണ്. ഈ സ്ഥാപനങ്ങളിലേക്ക് അധികാരികളെ തിരഞ്ഞെടുക്കുക എന്ന ഏറ്റവും പ്രധാനപ്പെട്ട അനർഘ നിമിഷങ്ങളിലൂടെയാണ് കേരള ജനത ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒരർത്ഥത്തിൽ പ്രാദേശിക ജനങ്ങളുടെ വികസനത്തിന് വേണ്ടിയും ക്ഷേമത്തിന് വേണ്ടിയും പ്രവർത്തിക്കുന്ന ഇത്തരം സ്ഥാപനങ്ങൾ, അതിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന അധികാരികൾ, ഞാൻ മനസ്സിലാക്കിയിടത്തോളം MLA-യെക്കാളും അല്ലെങ്കിൽ മന്ത്രിയേക്കാളും പവറുള്ളവരാണ് എന്നാണ്. കാരണം ജനങ്ങളുമായി ഏറ്റവും അധികം ഇടപെട്ടുകൊണ്ടിരിക്കുന്നവരാണ്. ജനങ്ങളുടെ ക്ഷേമവും നേരിട്ട് മനസ്സിലാക്കുവാനും അത് ഉത്തരവാദിത്തപ്പെട്ടവരെ ബോധിപ്പിക്കുവാനും ഒക്കെ ഏറ്റവും കൂടുതൽ കഴിയുന്നവർ ഒരു വാർഡ് മെമ്പറാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ കേരള ജനതയെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് മതേതരത്വത്തിലും ജനാധിപത്യത്തിലും അത് പുലർന്നു കാണണം അല്ലെങ്കിൽ നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട നിമിഷങ്ങളിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സന്ദർഭത്തിൽ അധികാരത്തിൽ വരുന്ന ആളുകൾ അവർ തീർത്തും ജനോപകാരികളായിരിക്കണം, സ്വേച്ഛാധിപതികൾ ആവരുത്. വർണ്ണവർഗ ഭാഷ വ്യത്യാസമന്യേ, മതവ്യത്യാസമന്യേ ജനങ്ങളോട് തുല്യ നീതി നടപ്പിലാക്കാൻ കഴിയുന്നവരായിരിക്കണം തീർച്ചയായും അധികാരത്തിൽ വരേണ്ടത്. ഈ സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഒരു ദുആഇന്റെ വാക്യം ഞാൻ ഓർത്തു പോവുകയാണ്. വലാ തുസല്ലിത്ത് അലൈന മല്ലാ യർഹമുന എന്നാണ് ആ വാക്യം. ഞങ്ങളോട് കരുണ ചെയ്യാത്തവരെ ഞങ്ങളുടെ മേൽ അധികാരികളായി നീ നിയമിക്കരുതേ അല്ലാഹ്. ആ പ്രാർത്ഥനയുടെ തുടക്കം റബ്ബനാ ലാ തുആഖിദ്നാ ബിസൂഇ അഅ്മാലിന വലാ തുസല്ലിത്ത് അലൈന മല്ലാ യർഹമുന. അല്ലാഹുവേ, ഞങ്ങളുടെ പ്രവൃത്തിയുടെ മോശം കാരണം, ദുഷിച്ച ചെയ്തികൾ കാരണം നീ ഞങ്ങളെ ശിക്ഷിക്കരുതേ അല്ലാഹ്. ഞങ്ങളുടെ മേൽ ഞങ്ങളോട് കരുണ കാണിക്കാത്ത അധികാരികളെ കൊണ്ടുവരരുത് അല്ലാഹ്. എന്ന് പറഞ്ഞാൽ മനുഷ്യർ ദുഷിക്കുമ്പോൾ, ഒരു ജനത ദുഷിക്കുമ്പോൾ ആ ദുഷിച്ച ജനതയുടെ മേൽ അവർക്ക് ശിക്ഷ എന്ന നിലയിൽ തന്നെ പടച്ച റബ്ബ് അവരെക്കാളും ദുഷിച്ച ഒരു അധികാരിയെ ഉത്തരവാദിത്തപ്പെടുത്തുമെന്നാണ്. അപ്പൊ അതുകൊണ്ട് റബ്ബിനോട് ആദ്യം ദുആ ചെയ്യുമ്പോൾ ദുഷ്ചെയ്തികളുടെ പേരിലാണ് ദുഷിച്ച അധികാരികൾ വരുന്നതെങ്കിൽ അത്തരം ദുഷ്ചെയ്തികളുടെ പേരിൽ റബ്ബേ നീ ഞങ്ങളെ ശിക്ഷിക്കരുതേ എന്ന് ദുആ ചെയ്തതിനു ശേഷം വലാ തുസല്ലിത്ത് അലൈന മല്ലാ യർഹമുന, ഞങ്ങളോട് കരുണ കാണിക്കാത്ത ധിക്കാരികളും സ്വേച്ഛാധിപതികളുമായിട്ടുള്ള ആളുകളെ, വ്യക്തികളെ ഞങ്ങളുടെ മേൽ അധികാരികളാക്കരുതേ എന്ന് പ്രാർത്ഥിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു പ്രാർത്ഥന വാക്യം കൂടിയാണ് റബ്ബനാ ലാ തുആഖിദ്നാ ബിസൂഇ അഅ്മാലിന വലാ തുസല്ലിത്ത് അലൈന മല്ലാ യർഹമുന. പഠിച്ച റബ്ബ് ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ജനങ്ങൾക്ക് സന്തോഷകരമാകുന്ന രീതിയിലുള്ള ഭരണാധികാരികളെ കൊണ്ടുവന്ന് ജനങ്ങളുടെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും നാടിന്റെ വികസനത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന ഭരണാധികാരികളെ കൊണ്ടുവന്ന് പഠിച്ച റബ്ബ് നമ്മുടെ രാജ്യത്തിനെ, നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ, നമ്മുടെ നാടിനെ ശക്തിപ്പെടുത്തട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും.